നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം നാണം കെടുത്താൻ പറ്റുമോ, എത്രത്തോളം പറയാൻ പറ്റുമോ നമ്മളൊക്കെ പറയും. ഒരു വാർത്ത നിങ്ങൾ അറിഞ്ഞാൽ ചെയ്തോ ചെയ്തില്ലേ അതല്ല വിഷയം. ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ നിലപാടെന്തായിരിക്കും? ഖുർആനിൽ ആയത്തിറങ്ങുകയാ, ലൗലാ ഇദ് സമിഅതുമൂഹു അന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബിഅൻഫുസിഹിം ഖൈറാ. നല്ലത് ചിന്തിക്കണമടോ, നല്ലത് ചിന്തിക്കടോ. മോഷ്ടിച്ചെന്ന് പറയുമ്പോ നീ ചിന്തിക്കണം, പടച്ചവനെ അബദ്ധം പറ്റിയതായിരിക്കും. എന്റെ സഹോദര, ഒരാള് തെറ്റ് ചെയ്തു എന്ന് നിന്റെ അടുക്കൽ പറഞ്ഞാൽ നീ ചെയ്യേണ്ടത് എന്താണ്? നല്ലത് ചിന്തിക്കടോ, നല്ലത് ചിന്തിക്കടോ. അല്ലാതെ അവനെ നാണം കെടുത്താനല്ല, നാട്ടുകാരുടെ മുമ്പിൽ മോശക്കാരനല്ല, മോശക്കാരനാക്കിയിട്ട് അവന്റെ ഇസ്സത്ത് തകർത്തിട്ട് എനിക്കും നിങ്ങൾക്കും എന്ത് കിട്ടാനാ? ശുദ്ധമായ ഈ പുണ്യമായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, ഉറപ്പില്ലാതെ പറയരുത്, ഏസണി പറയരുത്, പരദൂഷണം പറയരുത്, ഒരു മനുഷ്യനെ നാണം കെടുത്തരുത്. ഒരു മനുഷ്യന്റെ ഇസ്സത്തിന്റെ വില എന്തെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തിന്റെ മുറ്റത്തിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹു പറഞ്ഞു, കഅബേ നിനക്കെന്തോ മഹത്തമാ, എന്തൊരു സുഗന്ധമാ, എല്ലാരും നിന്നെ ആദരിക്കുന്നു, എല്ലാരും നിന്നെ ബഹുമാനിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൊണ്ടാണ് നിന്നെ അലങ്കരിച്ചിരിക്കുന്നത്. നിനക്ക് വലിയ സ്ഥാനമാണ്, നിനക്ക് വലിയ സ്ഥാനമാണ്. എന്നാ അല്ലാഹുവിന്റെ മുമ്പില് നിന്നെക്കാലം സ്ഥാനമുണ്ട്. ഒരു അടിമയുടെ ഇസ്സത്തിനൊന്നും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു അടിമയുടെ ഇസ്സത്തിന്, ഒരു അടിമയുടെ അഭിമാനത്തിന് കഅബയെക്കാളും അല്ലാഹുവിന്റെ മുമ്പിൽ സ്ഥാനമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠമെന്താ? എന്ത് കേട്ടാലും നല്ലത് ചിന്തിക്ക്, എന്ത് കേട്ടാലും നല്ലത് ചിന്തിക്ക്. അല്ലാഹുവേ, അങ്ങനെയുള്ള ഒരു മനസ്സു തരണേ അല്ലാഹ്.